അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മളെ ഗ്രീൻ ചിക്കൻ എന്നൊക്കെ പറയും. ചിലവർ അഫ്ഗാനി ചിക്കൻ പല സ്റ്റൈലിലും പല കോലത്തിലും പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ 2 ദിവസം പെരുന്നാളിൻ്റെ അന്ന് മാത്രം ബിരിയാണി വെച്ചിട്ട് പിന്നെ 2 ദിവസം മത്തിയെന്ന് എൻ്റെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇറച്ചി ഇന്നാതെ പെരേക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഇറച്ചി ഉണ്ടാക്കിയിട്ട് ഉമ്മാക്ക് നാളെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വിഭവമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാണ്, ഒരു ലേശം സൺഫ്ലവർ ഓയിൽ വയ്ക്കുക. ഓക്കെ, ആവശ്യമുള്ളത് പെരിഞ്ജീരകം, ലേശ ഏലക്ക, കുറച്ച് പട്ട, ഗ്രാമ്പു, കുറച്ച് പൊടിക്കാത്ത കുരുമുളക്, ഒരു ചെറിയ ബേ ലീഫിൻ്റെ കഷ്ണം ഇട്ടാൽ. അപ്പോൾ നമ്മൾ വേപ്പില ഇടുകയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് സവാള. നമ്മളൊരു സവാള മുഴുവനായിട്ടായിരിക്കും. അരിമിർച്ചി കേട്ടാ, നമുക്ക് ബംഗാളി സുഹൃത്തുക്കളുണ്ട്, അവരുടെ ലൈഫും കൂടി നമുക്ക് വേണം. ഓക്കെ, ഇനി അടുത്തത് അദറക്ക് ലേശം പേസ്റ്റ് അല്ല കട്ട് ചെയ്തത്, അതായത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാ. ഇതിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിയില ഇട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എന്ത് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ചിക്കനിൽ ആഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കാഷ്യൂനട്ട് കേട്ടോ. ഞാനൊരു 10-15 പീസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താണ്. ഇനി ഇത് നമുക്ക് അരക്കുന്ന കൂട്ടത്തിൽ ആ പേസ്റ്റ് ആക്കുമ്പോൾ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി കുക്കിങ്ങിൻ്റെ എൻഡിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് ലേശം പച്ച സവാള, നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ല, കുക്കറിൽ ഒരു വിസിലടിച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ചിക്കൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വിസിലടിപ്പിച്ചത്. നമ്മൾ തിളക്കണ ചിക്കനിക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് ആഡ്. നമ്മളിതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ലേശം എരിവിനും അതിൻ്റെ ഫ്ലേവറിനും. അവസാനമായിട്ട് നമ്മളെ കറിയിൽ ഒരു ലേശം ബട്ടർ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, വേണ്ട ആൾക്കാർ മാത്രം യൂസ് ചെയ്താൽ. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള കാരണം ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. സംഭവം ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, കറി ഒന്നും കൂടി കുറുക്കും, തിക്കാക്കും. ഇതാണ് ലാസ്റ്റ് ടച്ച്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഫുഡ് ഉണ്ടാക്കുക, നന്നായിട്ട് കഴിക്കുക.